Hello everyone, welcome back to D's Kitchen. എല്ലാവർക്കും ഡീസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് കൊഞ്ച്. എൻ്റെ സിസ്റ്റർ എന്നോട് എപ്പോഴും പറയാറുണ്ട്, പണ്ട് അമ്മ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി തന്നെ ആ കൊഞ്ചിന്റെ ടേസ്റ്റ് അല്ല ഇപ്പോഴും നാവിൽ നിൽക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നൊരു കൊഞ്ച് മസാല ഉണ്ടാക്കാം. സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ആദ്യമായിട്ട് ലോബ്സ്റ്റർ നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ചെയ്യേണ്ട പ്രോപ്പർ രീതിയിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഹോൾ ലോബ്സ്റ്റർ ഇങ്ങനെ എടുക്കുക. ഈ ടെയിലിൽ നമ്മൾ ഫേമായിട്ട് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഇത് മാറ്റി വയ്ക്കുക. ഇതിനകത്ത് ഹെഡ് ബട്ടറുണ്ട്. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഹെഡ് ബട്ടർ. ഇത് നല്ല ടേസ്റ്റിയുള്ളൊരു സംഭവമാണ്. ഓക്കെ, അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ലോബ്സ്റ്ററിനകത്തുള്ള വേസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇതൊരു ഫ്ലാറ്റായിട്ട് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ട് കപ്പ് നൈഫ് കൊണ്ട് ഇങ്ങനെ ഒന്ന് നടുവ് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വെയിൻ കാണാം. ഇതിനകത്ത് വെയിൻ ഇങ്ങനെ പതുക്കെ പുള്ളി ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ, അത് കളഞ്ഞു. ഇത് ഷെല്ല് യൂസ് ചെയ്യുന്നില്ല. സോ ഇത് നന്നായിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ പോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഒന്നങ്ങ് പുള്ളി ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഫ്ലഷ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇതിൽ നിന്ന്. അപ്പോൾ ഇത് ഷെല്ല് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കത് കളയാം. കടുക്, കറിവേപ്പില, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി ഒരു 2 പീസ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതധികം എരിവില്ലാത്തതാണ്. പിന്നെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ റെഡ് ചില്ലി, കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു 1 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ടാമറിൻ പ്യൂരെ വാളംപുളി അരച്ചത് അതിൻ്റെ പ്യൂര് ഒരു 3 ടേബിൾ സ്പൂൺ, 2 പീസസ് വൈറ്റ് ഓനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, ഒരു ചെറിയ പീസ് ഗാർലിക്ക്, ചെറിയ പീസ് ഒരു കുറച്ച് ജിഞ്ചർ ചോപ്പ് ചെയ്തത്, അതുകൂടാതെ ഉലുവാപ്പൊടി, ഫെനുഗ്രീക് പൗഡർ. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ സോൾട്ട് ആവശ്യത്തിന്. നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇനി ഇതിലേക്ക് മീറ്റ് ഇട്ട് കൊടുക്കും. ഒത്തിരി ഹാർഡായിട്ട്
നമുക്ക് ഇളക്കിയെടുക്കുക. വളരെ സോഫ്റ്റ് ജെന്റ്ലി ഇളക്കിയെടുക്കുക. ഇത് പൊടിഞ്ഞു പോകും. നമ്മുടെ മുടി ഇതിലേക്ക് ടാമറിൻ പ്യൂരെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മുടെ ലോബ്സ്റ്റർ മസാല ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് സെർവ് ചെയ്യാം. വാവ്, ഓക്കെ. ഇതൊരു സെമി ഡ്രൈ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി ഗ്രേവി ഇല്ല. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ഈവൻ ചോറിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. ഗാർണിഷ് ചെയ്യാം. കറി ലീവ്സ്, നോക്കി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയാണോ? അടിപൊളി അടിപൊളി സൂപ്പർ. എൻ്റെ ലാസ്റ്റ് വെച്ച ടാമൻ ചട്നി പ്രത്യേക ഒരു ഫ്ലേവർ തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പർ.